തിരുവനന്തപുരം നന്ദിയോട് ആലംപാറയിൽ പടക്ക വിൽപ്പനശാലയ്ക്ക് തീപിടിച്ചു. ശ്രീമുരുക പടക്കക്കടയ്ക്കാണ് തീപിടിച്ചത്. പരിക്കേറ്റ കടയുടമ ഷിബുവിനെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ഷഫീദ്, എങ്ങനെയായിരുന്നു ഈ അപകടം? എന്താണ് അറിയാൻ കഴിയുന്ന വിവരങ്ങൾ? പത്തരയോടുകൂടിയാണ് നന്ദിയോട്ടെ പടക്കശാലയ്ക്കും ഗോഡൌണിനും തീപിടിച്ചത്. ഈ കടയുടമ മാത്രമായിരുന്നു. ഈ ആലമ്പാറയിലാണ് ഈ ശ്രീമുരുക പടക്ക വിൽപ്പനശാല പ്രവർത്തിക്കുന്നത്. കടയുടമ മാത്രമായിരുന്നു ഈ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ സംഭവ സമയത്ത് ഉണ്ടായിരുന്നത്. ഈ ഉടമ ഷിബുവിനെ ഗുരുതര പരിക്കോടെ മെഡിക്കൽ കോളേജിലേക്ക് പ്രവേശിപ്പിച്ചു. പടക്കക്കടയും പടക്കക്കടയ്ക്ക് പിന്നിലെ ഷെഡും, അതായത് ഗോഡൌണും പൂർണ്ണമായും തകർന്നു. വലിയ ശബ്ദത്തോടുകൂടി തീപിടിക്കുകയായിരുന്നു. ശേഷം ഉടൻ തന്നെ നാട്ടുകാരാണ് ഫയർഫോഴ്സിനെയും പോലീസിനെയും വിവരം അറിയിച്ചത്. ഫയർഫോഴ്സ് ഇപ്പോഴും എത്തി സംഭവ സ്ഥലത്ത് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. നിലവിൽ ഈ കാര്യമായ ആൾപരിശ്രമമുള്ള ഒരു സ്ഥലമല്ല. മാത്രവുമല്ല, പ്രധാന റോഡിൽ നിന്നും കുറച്ച് ദൂരേക്ക് മാറിയാണ് ഈ കട പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാര്യമായ മറ്റ് അപകടങ്ങൾ ഉണ്ടായിട്ടില്ല. അതേസമയം കടയുടമ ഷിബു ഗുരുതര പരിക്കുകളോടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടരുകയാണ്. ഷഫീദ്, മതിയായ ലൈസൻസോടെ പ്രവർത്തിക്കുന്ന കേന്ദ്രമാണോ ഇത്? ഈ പ്രാഥമിക വിവരം അനുസരിച്ച് കടയ്ക്ക് മതിയായ ലൈസൻസ് ഉണ്ട്. മാത്രമല്ല, വർഷങ്ങളായി ശ്രീമുരുക പടക്കക്കട അവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് നിലവിൽ നമുക്ക് നാട്ടുകാരിൽ നിന്ന് അറിയാൻ കഴിയുന്ന വിവരം. മാത്രവുമല്ല, ഈ ഷെഡും ഈ പടക്കം സൂക്ഷിക്കുന്ന ഷെഡിനടക്കം ഒരു കാര്യമായ പരിധി നിശ്ചയിച്ചിരുന്നു എന്നുള്ളതും പറയുന്നുണ്ട്. പക്ഷേ തീ പിടിച്ചതിന് ശേഷം ഷെഡിലേക്ക് കൂടി, ഈ പടക്കക്കടയിൽ തീ പിടിച്ചതിന് ശേഷം ഗോഡൌണായി പ്രവർത്തിച്ചിരുന്ന ഷെഡിലേക്ക് കൂടി തീ പടരുകയായിരുന്നു എന്നുള്ളതും നാട്ടുകാർ പറയുന്നുണ്ട്. ഈ സംഭവം കണ്ട ആരുമില്ല. കാരണം ഇതൊരു റൂറൽ മേഖലയാണ്. വലിയ ശബ്ദം കേട്ടിട്ടാണ് ഈ തീപിടുത്തമുണ്ട് എന്ന് മനസ്സിലാക്കുകയും തുടർന്ന് നാട്ടുകാർ ഇടപെട്ട് ഉടൻ തന്നെ പോലീസിനെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ മെഡിക്കൽ കോളേജിൽ ചികിത്സിച്ചിരിക്കുന്ന കടയുടമയുടെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുന്നു എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോഴും, അതായത് 10:30-ക്കുണ്ടായ സംഭവമാണ്. ഇപ്പോഴും കടയിൽ പൂർണ്ണമായും തീ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. തീ ചെറുതായി ഷഫീദ് റാവുത്തറാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്.